ഈ പത്തനംതിട്ട മൈലപ്ര കൊലപാതകത്തിൽ രണ്ടുപേർ അറസ്റ്റിലായിരിക്കുന്നു. തമിഴ്നാട് സ്വദേശികളായ മുരുകൻ, ബാലസുബ്രഹ്മണ്യം എന്നിവരാണ് അറസ്റ്റിലായത്. തെങ്കാശിയിൽ നിന്നാണ് അറസ്റ്റ്. സംഘത്തിലെ മൂന്നാമൻ പത്തനംതിട്ട നഗരത്തിലെ ഓട്ടോ ഡ്രൈവറാണ് എന്നാണ് പോലീസിനുള്ള സൂചന. കഴിഞ്ഞ ഡിസംബർ 30-നാണ് 73-കാരനായ ജോർജ് ഉണ്ണുണ്ണിയെ കടയ്ക്കുള്ളിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. ശ്രീകുമാരൻ വിവരങ്ങൾ നൽകാനുണ്ട്. ശ്രീജിത്തെ, വളരെ ദാരുണമായ ഒരു കൊലപാതകമായിരുന്നു മൈലപ്രയിൽ നടന്നത്. 73-കാരനായ ജോർജ് ഉണ്ണുണ്ണിയെ കടയ്ക്കുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവമായിരുന്നു. ഈ കൊലപാതകത്തിൽ ഇപ്പോൾ 3 പ്രതികളാണ് അറസ്റ്റിലായിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുന്നു. എന്താണ് ഈ കൊലപാതകത്തിനുള്ള പ്രേരണ? ഈ അറസ്റ്റുമായി ബന്ധപ്പെട്ട് പോലീസ് നൽകുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? ആദ്യമേ ഒരു തിരുത്തു പറയുന്നു. രണ്ടുപേരുടെ അറസ്റ്റാണ് ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്തായാലും മൂന്നാമനുണ്ട് ഈ കേസിൽ എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അത് പത്തനംതിട്ടയിലെ തന്നെ നഗരത്തിൽ തന്നെ കണ്ണങ്കര എന്ന പ്രദേശത്തെ ഒരു ഓട്ടോ ഡ്രൈവറാണ് എന്ന തരത്തിലുള്ള സൂചനകളാണ് വരുന്നത്. ഇയാളെ ഈ കൊലപാതകം നടന്ന തൊട്ടടുത്ത ദിവസം തന്നെ ഇയാളെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിരുന്നു. ഏതാണ്ട് 2 ദിവസത്തോളം ഇയാളെ ചോദ്യം ചെയ്തതിനു ശേഷം വിട്ടയക്കുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. അതായത് ഇയാളിൽ നിന്ന് ചില വിവരങ്ങൾ തേടിയതിനു ശേഷം വിട്ടയച്ചു. അതിനുശേഷമാണ് ഈ തമിഴ്നാട്ടിലേക്ക് തെങ്കാശിയിലേക്ക് അന്വേഷണ സംഘം അന്വേഷണം വ്യാപിപ്പിക്കുന്നത്. ഈ KSRTC ഡ്രൈവറുടെ മൊബൈൽ ടവർ ലൊക്കേഷനും അതുപോലെ തന്നെ കോൾ ലിസ്റ്റും ഒക്കെ എടുത്തതിന് ശേഷമായിരുന്നു, ഈ CDR ഒക്കെ എടുത്തതിന് ശേഷമായിരുന്നു ഇത്തരത്തിൽ അയാളെ പറഞ്ഞയച്ചത് എന്നാണ് മനസ്സിലാക്കുന്നത്. അതായത് അയാൾ ഇപ്പോഴും പോലീസ് നിരീക്ഷണത്തിൽ തന്നെ ഉണ്ട് എന്നും മനസ്സിലാക്കുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് അവിടേക്ക് തെങ്കാശിയിലേക്ക് ഒരു അന്വേഷണം വ്യാപിപ്പിക്കുന്നത്. അതിനുശേഷം തെങ്കാശിയിൽ നിന്നാണ് കഴിഞ്ഞ ദിവസം രാത്രിയോടുകൂടി മുരുകൻ, ബാലസുബ്രഹ്മണ്യൻ എന്ന പേരുള്ള 2 തമിഴ്നാട് സ്വദേശികൾ അറസ്റ്റിലായിരിക്കുന്നത്, കസ്റ്റഡിയിലായിരിക്കുന്നത് എന്നാണ് ഏറ്റവും ഒടുവിൽ പോലീസ് നൽകുന്ന വിവരം. ഇവരെ ഇന്ന് പുലർച്ചയോടുകൂടി ഇവിടേക്ക് പത്തനംതിട്ടയിലേക്ക് എത്തിച്ച DYSP നന്ദകുമാറിന്റെ നേതൃത്വത്തിൽ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നും മനസ്സിലാക്കുന്നു. എന്തായാലും ഈ ചോദ്യം ചെയ്യൽ നിർണായക വിവരങ്ങൾ ലഭിക്കും. മൂന്നാമനെ ഈ കേസിൽ പങ്കുണ്ട് എന്ന് പോലീസ് ഈ ഒരു ഘട്ടത്തിലും ഉറപ്പിക്കുന്നുണ്ട്. ഇയാളും ഈ കവർച്ചാ ശ്രമത്തിന്റെ ഭാഗമായിട്ടായിരുന്നു ഈ കൊലപാതകം. ഈ കൊലപാതകത്തിലേക്ക് നയിച്ച സംഭവങ്ങൾ, അതിന്റെ കാരണങ്ങൾ സംബന്ധിച്ച് എന്തെങ്കിലും പോലീസിന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? അതായത് പ്രധാനമായും പോലീസ് തുടക്കം മുതലേ പറഞ്ഞിരുന്നത് ഇത് കവർച്ചാ ശ്രമത്തിന്റെ ഭാഗമായി നടത്തിയ കൊലപാതകം എന്ന് തന്നെയാണ്. പോലീസ് ഈ ഒരു ഘട്ടത്തിലും അത് തന്നെയാണ് നമ്മളോട് വിശദീകരിക്കുന്നത്. പക്ഷെ എങ്ങനെയാണ് ഈ ഒരു സംഘം വന്നത്? തമിഴ്നാട് സ്വദേശികൾ പത്തനംതിട്ട കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചിരുന്നോ, അല്ലെങ്കിൽ എന്തെങ്കിലും തൊഴിലെടുത്തിരുന്നോ, മൈലപ്രയുമായി ഏതെങ്കിലും തരത്തിൽ ബന്ധം ഇവർക്ക് ഉണ്ടായിരുന്നോ എന്നതൊക്കെ പോലീസ് പരിശോധിച്ചുകൊണ്ടേയിരിക്കുകയാണ്. എന്തായാലും പോലീസിന് തുടക്കത്തിൽ തൊട്ടടുത്ത ദിവസം തന്നെ ഈ വിവരങ്ങൾ ലഭിക്കുന്നു. പക്ഷേ പോലീസിന് അപ്പോഴൊന്നും നേരിട്ട് പ്രതികളിലേക്ക് എത്താൻ സാധിച്ചിരുന്നില്ല. കവർച്ചാ ശ്രമം എന്ന് പറഞ്ഞാൽ അതിവിദഗ്ധമായി തന്നെയാണ് ഇത്തരത്തിൽ കവർച്ച ഇവർ നടത്തിയിരിക്കുന്നത്. ജോർജ് ഉണ്ണുണ്ണിയുടെ കഴുത്തിലുള്ള 7 പവനോളം വരുന്ന സ്വർണ്ണമാല ഇവർ മോഷ്ടിച്ചെടുത്തിട്ടുണ്ട്. കൂടാതെ അവിടെ ഉണ്ടായിരുന്ന ഏതാണ്ട് 1 ലക്ഷത്തിന് അടുത്ത് രൂപ മോഷണം പോയി എന്നും പോലീസ് പറയുന്നുണ്ട്.